നമസ്കാരം. പിണറായി സർക്കാരിന് മൂന്നാമതും അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CPM നേതാക്കളാണ് ജയിലിൽ കിടന്നത്. CPM നേതാക്കളുടെ നേർക്കാണ് സംശയത്തിൻ്റെ മുന നീണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ ഈ കനത്ത പരാജയത്തിൻ്റെ പിന്നിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരു അന്വേഷണം ത്വരിതഗതിയിലാകുമെന്നും കുറ്റവാളികളൊക്കെ നിയമത്തിന് മുന്നിൽ വരുമെന്നുമൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ തന്നെ അത് BJP പോലും പ്രചാരണായുധമാക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പ്രതിഷേധം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. UDFും ഒരു ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി, പ്രസ്താവനകളൊക്കെ നടത്തി എന്നുള്ളതല്ലാതെ വളരെ ശക്തമായ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ളയെ ഒരായുധമാക്കാൻ UDFന് അന്നും കഴിഞ്ഞിരുന്നില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്നലെ ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചിരിക്കുകയാണ്. അങ്ങനെ നിയമിച്ചവരിൽ ഒരാൾ അഡ്വക്കേറ്റ് KB പ്രദീപ്. ഇദ്ദേഹത്തിൻ്റെ ചുമതല ദേവസ്വം ബോർഡിൻ്റെ കേസുകൾ വാദിക്കുക എന്നുള്ളതാണ്. ആ കേസുകളുടെ ചുമതലയാണ് KB പ്രദീപിനുള്ളത്. ആരാണ് KB പ്രദീപ് കുമാർ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് എന്നൊരു കമ്പനിയുടെ പങ്ക് വെളിച്ചത്ത് വന്നിരുന്നതാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് അവരുടെ അഭിഭാഷകനായ KB പ്രദീപാണ് രംഗത്തെത്തിയത്. അതേ പ്രദീപ് കുമാറിനാണ് ഇപ്പോൾ ദേവസ്വത്തിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ലീഡറാക്കി നിയമനം നൽകിയിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണിതെന്ന് നോക്കൂ. ഒരിക്കൽ സ്വർണം പൂശിയതിന് മുകളിൽ സ്വർണം പതിപ്പിക്കാനുള്ള സാങ്കേതിക സംവിധാനം സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ലെന്നും ഒരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നുമുള്ള വാദം അന്ന് പ്രദീപ് ഉയർത്തിയിരുന്നു. ഇത് തെറ്റാണെന്ന് SIT തന്നെ കണ്ടെത്തുകയും ചെയ്തു. സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ച് ഉത്തരവിറങ്ങിയപ്പോഴാണ് ഇന്നലെ ഈ പ്രദീപിൻ്റെ പേര് കൂടി ഇത്തരത്തിൽ വന്നത്. ഇതിനെ മാധ്യമപ്രവർത്തകർ ദേവസ്വം വകുപ്പ് മന്ത്രിയായ മുരളീധരനോട് ഇതേക്കുറിച്ച് ചോദിച്ചു, ഇതിൻ്റെ വിരോധാഭാസത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഗവൺമെൻറ് പ്ലീഡറെ തീരുമാനിക്കാനുള്ള അധികാരം, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഞാൻ മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി VD സതീശനാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു അസ്വാഭാവികതയില്ലേ? അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാക്കപ്പെട്ടവരുടെ അഡ്വക്കേറ്റായിരുന്ന ഒരു അഭിഭാഷകനെ ഗവൺമെൻറ് പ്ലീഡറായി, അതും ദേവസ്വത്തിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിയമിച്ചതിൽ ഒരു അസ്വാഭാവികതയില്ലേ എന്നുള്ള ചോദ്യത്തിന് അപ്പോൾ മുരളീധരൻ പറഞ്ഞ വാദമാണ് ഏറ്റവും വിചിത്രം. അതായത് പ്രതികളുടെ ദൗർബല്യം അറിയാവുന്ന ഒരാൾ ദേവസ്വം ബോർഡിൻ്റെ അഡ്വക്കേറ്റായിട്ട് വന്നാൽ അത് ഗുണം ചെയ്യുമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇത് ഒരു ഭാഗം. ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് വരാം. അതായത് മെയ് 1-ാം തീയതി, മെയ് 4-ാം തീയതി വോട്ടെണ്ണുന്നു. മെയ് 1-ാം തീയതി അന്ന് VD സതീശൻ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് മംഗളൂരുവിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് റജികുമാർ എന്നൊരു വ്യക്തിയാണ്. ആരാണ് റജികുമാർ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്തു വിട്ടയച്ച ഒരാളാണ് ഈ റജികുമാർ. ആ റജികുമാറിനോടൊപ്പമാണ് അന്ന് VD സതീശൻ മംഗളൂരുവിലേക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോയത്. മംഗലാപുരത്ത് ചെന്ന് VD സതീശൻ NDAയുടെ ഘടകകക്ഷിയായ JDSൻ്റെ 2 നേതാക്കളെ കാണുകയും ചെയ്തു. ഇത് വലിയ രീതിയിലൊന്നും അന്ന് ചർച്ചയായില്ല. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു എന്നുള്ളതല്ലാതെ ഈ വാർത്തയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് മാധ്യമങ്ങളൊന്നും വാർത്ത ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവിടെ സംശയാസ്പദമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്തു വിട്ടയച്ച പ്രതിയോടൊപ്പം പിന്നീട് മുഖ്യമന്ത്രിയായ VD സതീശൻ മംഗളൂരുവിലേക്ക് പോയത് എന്തിനാണ്? അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ പോയത് എന്തിനാണ്? ആ പോയതിനു ശേഷം ഇപ്പോൾ VD സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിൽ അന്ന് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായിരുന്നവരുടെ അഭിഭാഷകനെ തന്നെ ഗവൺമെൻറ് പ്ലീഡറായി, അതും ദേവസ്വത്തിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചപ്പോൾ അതിൽ അസ്വാഭാവികതയില്ലേ എന്ന് ചോദിച്ചാൽ 100% അതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് മാത്രമല്ല, ഇനി സ്വർണ്ണക്കൊള്ള കേസ് ഒരുപാട് കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ
അന്നത്തെ മൊഴി SITക്ക് കൊടുത്ത ഒരു മൊഴിയാണ് ഈ കേസിനെ തന്നെ വഴിതിരിച്ചു വിട്ടത്. അദ്ദേഹത്തിന് വിദേശത്തുള്ള ആരോ കൊടുത്ത ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ധൈര്യപൂർവ്വം അന്ന് SITക്ക് മൊഴി കൊടുത്തത്. അദ്ദേഹം മൊഴി കൊടുത്തതിന് ശേഷം SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നീടാണ് കോടതിയുടെ ഒരു പരാമർശമുണ്ടായത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായിട്ട് പോലും ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരാമർശം നടത്തിയിരുന്നു, ജസ്റ്റിസ് A ബദറുദ്ദീൻ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇടതും വലതും എല്ലാം കൂടി ചേർന്ന് അട്ടിമറിച്ചു എന്നുള്ള സങ്കടകരമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇവിടെ എത്രയോ അഭിഭാഷകരുണ്ട്. KB പ്രദീപ് കുമാറിന് എന്താണ് യോഗ്യത? ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ സ്വർണം കട്ടതിൽ ബന്ധമുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിരുന്നതാണോ അയാളുടെ യോഗ്യത? എന്ത് ന്യായമാണ് ഇനി UDF സർക്കാരിനും ദേവസ്വം മന്ത്രി മുരളീധരനും മുഖ്യമന്ത്രി VD സതീശനും പറയാനുണ്ടാവുക? എന്താണ് ഇക്കാര്യത്തിൽ അന്ന് SITക്ക് മൊഴി കൊടുത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുണ്ടാവുക? ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചവർ അറസ്റ്റ് ചെയ്യപ്പെടണം എന്നൊന്നുമല്ല. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ വെളിച്ചത്ത് വരണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാ മലയാളികൾക്കും വിശ്വാസികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനി നടക്കില്ല എന്നാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ഈ PS പ്രശാന്തിനെ കുറിച്ച് 6-7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിൽ 2.5 പേജോളം പരാമർശിച്ചിരുന്നു. എന്നിട്ടും പ്രശാന്തിനൊന്നും പറ്റിയിട്ടില്ല. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് പോയിട്ട് പോലും ഇപ്പോഴും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി ബന്ധം പുലർത്തുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസിലെ നേതാക്കൾക്ക് തന്നെ അറിയാം, കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം. എന്തായാലും ഇത് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഈ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ജനപ്രിയമായ പല കാര്യങ്ങളും അവർ ചെയ്തു. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിരാശയാണ്. ഇത് UDF സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ, കേരളത്തിലെ വിശ്വാസികളുടെ മുന്നിൽ സംശയദൃഷ്ടിയിൽ നിർത്താൻ മാത്രമേ ഉപകരിക്കൂ. എന്തായാലും ഇത്രയും വിവാദം ഉയർന്ന സ്ഥിതിക്ക് ഈ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ പോലും ഇതുപോലെ ഒരു കനത്ത പിഴവ്, ഒരു വലിയ പിഴവ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി ഒരുപക്ഷെ ഉയർന്നു വരുന്ന എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ KB പ്രദീപ് കുമാറിനെ മാറ്റി നിർത്തിയാൽ പോലും ഇക്കാര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും നടപടികളും ഒന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു തരവുമില്ല. എന്തായാലും ഇപ്പോൾ ഉയർന്നു വരുന്ന എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ KB പ്രദീപ് കുമാറിനെ മാറ്റി നിർത്തിയാൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൃത്യമായ ഒരു അന്വേഷണവും നടപടികളും ഒന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.